ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 17 ശ്ലോകം 2. സുനീതിര നേരെയുള്ള അനാദരം അവളുടെ പുത്രന്റെ നേരെയും കാട്ടാൻ രാജാവ് നിർബന്ധനായി എന്ന് പറയാണ് രണ്ടാമത്തെ ശ്ലോകം. അൻകേപി ദുസ്സുരുചിപുത്രകമുത്തമം തം ദൃഷ്ട്വാ ധ്രുവ കില സുനീതി സുതോതിരോക്ഷ്യൻ അചിക്ഷിപേ കില ശിശു സുധരാം സുരുജ്യ ദുസ്സന്ധ്യജാകലു ഭവദ്വിമുഖൈരസൂയ. അംഗേ പിതുഃ സുരുചിപുത്രകം ഉത്തമം തം ദൃഷ്ട്വാ ധ്രുവഃ കില സുനീതി സുതഃ അതിരോക്ഷ്യൻ അജിക്ഷിപേ കില ശിശുഃ സുതരാം സുരുജ്യ ദുസ്സന്ധ്യജാ ഖലു ഭവദ്വിമുഖൈരസൂയ. ഭവദ്വിമുഖൈഃ അസൂയ. പിതുഹു അംഗേ, ഒരിക്കൽ അച്ഛൻ്റെ മടിയിൽ, സുരുചി പുത്രകം തം ഉത്തമം ദൃഷ്ട, സുരുചിയുടെ ഓമന മകനായ ആ ഉത്തമനെ കണ്ടിട്ട്, സുനീതി സുതഹ ധ്രുവഹ കില, സുനീതിയുടെ പുത്രനായ ധ്രുവനും അതിരോക്ഷ്യൻ മടിയിൽ കയറിയിരിക്കാൻ തുടങ്ങവേ, ശിശുഹോ ആ കുട്ടിയെ സുരുജ്യ സുതരാമാജിക്ഷിവേ കില, സുരുചി കലശലായി ശകാരിച്ചുപോൽ. ഭവത് വിമുഖേഹി, അങ്ങയുടെ നേരെ ആഭിമുഖ്യമില്ലാത്തവർ, അസൂയ ദുസ്സന്ധിജാകലു, അസൂയ വിട്ടുമാറാത്തവരാണല്ലോ. പുത്രകം തം, കാ പ്രത്യയവും തം എന്ന വിശേഷണവും ഉത്തമന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അത്യന്ത ലാളനെ സൂചിപ്പിക്കുകയാണ്. കില അതിരോക്ഷ്യൻ, ആ കൗതുകം ശിശു സ്വഭാവമാണ് എന്ന് കില ശബ്ദം കാട്ടുന്നു.